സ്ഥലങ്ങളുടെ പേരും അത് നടന്ന വർഷങ്ങളും പഠിച്ചു അല്ലേ? ഇപ്രാവശ്യം സമാധി സ്ഥലങ്ങളാണ് പഠിക്കുന്നത്. പങ്കുവയ്ക്കാൻ പോകുന്നത് സമാധി സ്ഥലങ്ങളാണ്. ഇപ്പം ഗാന്ധിജിക്ക് സമാധി സ്ഥലമുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് സമാധി സ്ഥലമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 10 ആൾക്കാരുടെ സമാധി സ്ഥലങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതായത് സമാധി സ്ഥലം എന്ന് വെച്ചാൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. ഒന്നാമത്തെ നോക്കാം. ഒന്നാമത്തെ ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ സമാധി സ്ഥലം രാജ്ഘട്ടാണ്. രാജ്ഘട്ടാണ് ഗാന്ധിജിയുടെ സമാധി സ്ഥലം. നെഹ്റു നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയാണ്. ആദ്യ പ്രധാനമന്ത്രി ആരാ? നെഹ്റു. അതായത് നമ്മൾ ചാച്ചാജി എന്ന് വിളിക്കും അല്ലേ? ചാച്ചാജി എന്ന് പറയുമ്പോഴാണ് നമുക്ക് വേഗം മനസ്സിലാവാം. നെഹ്റുവിനെ നമ്മൾ ജവഹർലാൽ നെഹ്റു എന്ന് ജവഹർലാൽ നെഹ്റു എന്ന് പറയും. ജവഹർലാൽ നെഹ്റു ശാന്തിവനത്തിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മഹാപ്രയാൺ ഘട്ടിലാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ സമാധി സ്ഥലം മഹാപ്രയാൺ ഘട്ട്. അടുത്തത് ഇന്ദിരാഗാന്ധിയുടെ സമാധി സ്ഥലം. ഇന്ദിരാഗാന്ധി ജവഹർലാൽ നെഹ്റുവിന്റെ മകളാണ്. ഇന്ദിരാഗാന്ധിയുടെ സമാധി സ്ഥലം ശക്തി സ്ഥലാണ് ഇന്ദിരാഗാന്ധിയുടെ സമാധി സ്ഥലം. അടുത്തത് രാജീവ് ഗാന്ധി പെരുമ്പത്തൂരിലാണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത്. നമ്മൾ രാഹുൽ ഗാന്ധി എന്ന് കാണില്ലേ? രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകനാണ്. ടെക്സ്റ്റിലെ പത്രത്തിലൊക്കെ നമ്മൾ അധികം രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയും പേരൊക്കെ കാണാറുണ്ട്. രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകനാണ്. രാജീവ് ഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്നത് വീർഭൂമിയിലാണ്. എവിടെയാണ്? വീർഭൂമിയിൽ. അടുത്ത ആറാമത്തേത് മൊറാർജി ദേശായിയുടെ സമാധി സ്ഥലം അഭയ്ഘട്ടാണ്. മൊറാർജി ദേശായിയുടെ സമാധി സ്ഥലം ഏതാണ്? അഭയ്ഘട്ട്. അടുത്തത് ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കണ്ടിൽ മരണപ്പെട്ട പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. വിദേശത്ത് മരണപ്പെട്ട ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമാധി സ്ഥലം വിജയ്ഘട്ടാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമാധി സ്ഥലം. അടുത്ത ഡോക്ടർ ബി ആർ അംബേദ്കറുടെ സമാധി സ്ഥലം ചൈത്രഭൂമി. അടുത്തത് ചരൺ സിംഗ്. നമ്മൾ ഒരുപാട് കേൾക്കാത്ത പേരുകളൊക്കെ ഉണ്ട്. ചരൺ സിംഗ് ഒക്കെ നമ്മൾ അധികം കേൾക്കാത്ത ഒരു പേരാണ് അല്ലേ? ചരൺ സിംഗിന്റെ സമാധി സ്ഥലം കിസാൻ ഘട്ട്. അടുത്തത് കെ ആർ നാരായണൻ ഇന്ത്യയുടെ പ്രസിഡന്റായ ഒരാളാണ്. അത് മാത്രമല്ല അദ്ദേഹം മലയാളി കൂടിയാണ്. ഇന്ത്യൻ പ്രസിഡന്റായ ഒരു ആദ്യ മലയാളി കെ ആർ നാരായണൻ ആണ്. കെ ആർ നാരായണന്റേത് 2 പേരിൽ അറിയപ്പെടുന്നുണ്ട് സമാധി സ്ഥലങ്ങള്. കർമ്മഭൂമി എന്നും അറിയപ്പെടുന്നുണ്ട്, ഉദയഭൂമി എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മള് ഇപ്രാവശ്യം 10 പ്രധാനപ്പെട്ട ആൾക്കാരുടെ സമാധി സ്ഥലങ്ങള് പഠിച്ചത്. അതായത് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങൾ. ഇനി അടുത്ത വീഡിയോയില് പുതിയ എന്തെങ്കിലും വിഷയമായിട്ട് കാണാം. നിങ്ങൾ കമന്റ്സ് ആവശ്യമുണ്ട്. കമന്റ് ചെയ്യുക, അഭിപ്രായം പറയുക.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.